അപ്പൊ ഇപ്പോ ഒരു കണ്ണും മൂക്കും ചെവിയും നാക്കും ത്വക്കും കൈകാലുകളുമുള്ള ഒരു പ്രത്യേക രൂപത്തിൽ സൂക്ഷ്മ ഊർജ കണങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കൂടിച്ചേർന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ഭൗതിക ദേഹം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ പ്രകടീകൃതമായ ഒരു രൂപം എന്ന് പറയും. ഇത് കുറെ കഴിയുമ്പോൾ ലയിക്കും, നമ്മൾ ചാരമായി മാറും. ഈ ചാരമായി നമ്മൾ ഒരു വൃക്ഷത്തിലെ ഒരു ഫലമായി ചിലപ്പോൾ മാറും. നമ്മള് ജലത്തെ തണുപ്പിച്ചു കഴിഞ്ഞാൽ ഐസാകും. ഐസിനെ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് ആവിയായി മുകളിലേക്ക് പോകും. മഴയായത് വീണ്ടും ജലമായി ഭൂമിയിൽ വരും. അപ്പൊ ജലം പൂർണ്ണമായും നശിക്കുന്നുണ്ടോ? അതിന് രൂപാന്തരണം സംഭവിക്കുകയാണ്. എന്നതുപോലെ ഈ പഞ്ചഭൂതാത്മകമായ ഈ ഒരു ശരീരം ഇപ്പോൾ ഈ ഒരു ഫോമിൽ നിലനിൽക്കുന്നു. ഇതിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യം ഇതിൽ നിന്ന് പോകുന്നതോടുകൂടി ഇത് മരിക്കുന്നു, നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതാണ് എനർജി ഒരിക്കലും നിർമ്മിക്കാനോ എനർജിയെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാനോ സാധ്യമല്ല. അതൊരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ